ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ പുതിയൊരു കവിതയായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഒരു കഹാനി പഠിച്ചു. അപ്പൊ ഒരു കഥ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം തീർക്കാൻ നമുക്ക് എന്ത് പഠിക്കാം? ഒരു കവിത പഠിക്കാം അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. एक छोटी कविता है. हमारा कविता का नाम क्या है? फूल. फूल का मतलब क्या है? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫ്ലവർ. അപ്പം പൂക്കളെ പറ്റിയുള്ള ഒരു കുഞ്ഞു കവിത. ഈ कविता की कवि कौन है? हमारा कविता की कवि का नाम है डॉक्टर रामधरश मिश्र. कवि का नाम क्या है? डॉक्टर रामधरश मिश्र. फूल कविता में फूल के बारे में कहते हैं. ഫൂലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ്? പൂക്കളിൽ നിന്നും തേൻ കുടിക്കാനായിട്ട് ആരൊക്കെ ഉണ്ട്? പൂമ്പാറ്റ വരുന്നുണ്ട്, കിളികൾ വരുന്നുണ്ട്, കുഞ്ഞു പ്രാണി, തേനീച്ച, ആരെല്ലാമോ വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് പൂവിനെ പറ്റിയിട്ടുള്ള കവിത തുടങ്ങിയാലോ? റെഡിയാണോ മക്കളെ? റെഡിയല്ലേ? മിസ് ഇതാ തുടങ്ങാൻ പോവാണേ. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रंगत है, जैसे बिना मौसम बहार आ गई हो, न मिट्टी घोड़ने की समस्या. എന്താ പറയുന്നത്? ഫൂലിനെ കുറിച്ചിട്ടുള്ള കവിത എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നല്ലേ? നോക്കാം നമുക്ക് എന്താന്ന്. ബാസാർ മീൻ സജ പ്ലാസ്റ്റിക് കി ഫൂലും കാ ഉദ്യാൻ. ബാസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാർക്കറ്റ്. മാർക്കറ്റിൽ എന്തുണ്ട്? പ്ലാസ്റ്റിക് കി ഫൂലും കാ ഉദ്യാൻ. പ്ലാസ്റ്റിക്കിന്റെ പൂവ് കൊണ്ടുള്ള ഉദ്യാൻ, പൂന്തോട്ടമുണ്ട്. പ്ലാസ്റ്റിക് പൂവ് കൊണ്ടുള്ള പൂന്തോട്ടം എവിടെ ഉണ്ട്? മാർക്കറ്റിലുണ്ട്. ക്യാ ഗസബ് കി രംഗത് ഹേ. എന്താ അതിന്റെ ഒരു ഭംഗി എന്താ അല്ലേ? ഒരുപാട് നല്ലൊരു ഭംഗിയുള്ള പ്ലാസ്റ്റിക് പൂന്തോട്ടാണ് എവിടെ ഉള്ളത്? ബാസാറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജൈസെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ, ന മിട്ടി ഗോട്ട്നെ കി സമസ്യ. ജൈസെ ബിനാ മൗസം ബഹാർ എന്താണ്? ഋതുഭേദമില്ലാതെ. മൗസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസൺ നമ്മൾ പറയില്ലേ, വേനൽക്കാലം, മഴക്കാലം, അങ്ങനെയുള്ള കാലങ്ങളിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഏതു കാലമാണ്? വസന്തകാലം, സ്പ്രിംഗ് സീസൺ അല്ലേ? ഈ വസന്തകാലത്ത് എന്താണ്? വസന്തകാലം പോലും ഇല്ലാതെ, ഋതുഭേദങ്ങളില്ലാതെ, ന മിട്ടി ഗോട്ട്നേക്ക് സമസ്യ. മണ്ണുമില്ല, മണ്ണ് കുളയ്ക്കുന്ന പ്രശ്നവുമില്ല. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ബാസാറില്, മാർക്കറ്റില് നല്ല പ്ലാസ്റ്റിക് പൂക്കൾ അങ്ങനെ വളരെ ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ആഹാ, പ്ലാസ്റ്റിക് പൂക്കള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ പ്ലാസ്റ്റിക് പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ന ഘാത് ന പാനി, ന ഘാത് ന പാനി ന ചിടിയോം സേ രഘുവാലി. ന ഘാത് എന്താണ്? പ്ലാസ്റ്റിക് പൂക്കളാവുമ്പോ വളം വേണ്ട. ന ഘാത് വളം വേണ്ട. ന പാനി വെള്ളവും വേണ്ട. ന ചിടിയോം സേ രഘുവാലി കിളികളുടെ സംരക്ഷണവും വേണ്ട. ചെടികൾക്ക് വേണ്ടിയിട്ട് ചെടികളുടെ അടുത്തേക്ക് കിളികളൊക്കെ വരില്ലേ, ബേർഡ്സ് എല്ലാം വരില്ലേ, ആ കിളികളെയും വേണ്ട, വളവും വേണ്ട, വെള്ളവും വേണ്ട. എന്തിന്? പ്ലാസ്റ്റിക് ഹേ ബനെ ഫൂലോം കോ ന ഘാത് ന പാനി ന ചിടിയോം കി രഘുവാലി. ന മൗസം കാ ഇന്തിസാർ. അവർ ഈ ഋതുക്കളെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, വസന്തകാലത്തെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല പ്ലാസ്റ്റിക് പൂക്കൾ. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്തേ രഹത്തെ ഹേ യേ ഫൂൽ. ഏക് ഹി ഭാവ് സെ ഒരേ ഭാവത്തോട് കൂടിയിട്ട്, ഹമേശ എല്ലായ്പ്പോഴും, ദഹക്തേ രഹത്തെ ഹേ യേ ഫൂൽ എപ്പോഴും നല്ല ജ്വലിക്കുന്ന, നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ നിൽക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ബാസാറില്, മാർക്കറ്റിൽ എന്താണ്? ഋതുഭേദമില്ലാതെ, ഋതുക്കളെ വെയിറ്റ് ചെയ്യാതെ, വസന്തകാലത്തെ വെയിറ്റ് ചെയ്യാതെ, മണ്ണില്ലാതെ, മണ്ണ് കുഴയ്ക്കാതെ, എപ്പോഴും നല്ല ഭംഗിയിൽ എന്താണ്? പ്ലാസ്റ്റിക് പൂക്കളുണ്ട്. ആ പ്ലാസ്റ്റിക് പൂക്കൾക്ക് എന്താണ്? നഘാത് വളം വേണ്ട, വെള്ളവും വേണ്ട. വെള്ളവും വളവും ഒന്നും വേണ്ട. ചിടിയോം സേ രഘ്വാലി പക്ഷികളുടെ കാവലോ സംരക്ഷണമോ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് പൂക്കൾക്ക് വേണ്ട. പിന്നെയോ ന മൗസം കാ ഇന്തിസാർ ഈ ഋതുക്കളെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഏക് ഹി ഭാവ് സേ ഒരേ ഭാവത്തോട് കൂടിയിട്ട് എപ്പോഴും എന്താണ്?
ഒരേ നല്ല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്ത്? പ്ലാസ്റ്റിക് പൂക്കൾ. ജ്വലിക്കുന്ന ഭാവത്തോടു കൂടി നിൽക്കുകയാണ് പ്ലാസ്റ്റിക് പൂക്കൾ. मैं इन्हें देर तक देखता रहा, फिर आंखों में उतरा गए चुपते हुए से अपने आंगन के गिलते मुरझाते फूल. मैं इन्हें देर तक देखता रहा. ഞാൻ അതിനെ എന്താണ് കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. കവി പറയാണ്, കവി പ്ലാസ്റ്റിക് പൂക്കളെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. फिर आंखों से उधरा गए चुपते हुए से अपने आंगन के गिलते मुरझाते फूल. അങ്ങനെ ഒരുപാട് നേരം നോക്കി നിന്നപ്പോൾ കവിയുടെ കണ്ണിൽ എന്ത് തെളിഞ്ഞു വന്നു? തൻ്റെ വീട്ടിലുള്ള, തൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ആ വിരിഞ്ഞിട്ടുള്ള പൂക്കളും വാടിപ്പോയതുമായിട്ടുള്ള പൂക്കളുടെ ആ ഒരു ചിത്രം കവിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ പൂക്കൾ എന്താണ്? മുറ്റത്തുള്ള പൂക്കൾ എങ്ങനെയാണ്? നന്നായിട്ട് പൂക്കുന്നുണ്ട്, വൈകുന്നേരമാകുമ്പോൾ വാടിപ്പോകുന്നു, എന്താണ് അത് വീണു പോകും അല്ലേ? അപ്പൊ ആ ഒരു ചിത്രം കവിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താ? ജൈസെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ, ഇസ് പർ അപ്നാ മത് പ്രകട് കരേ. ജൈസ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ ഋതുഭേദം, മൗസം എന്ന് പറഞ്ഞാൽ സീസൺ, ആ ഒരു സീസൺ ഒന്നും ഇല്ലാതെ വസന്തകാലം വന്നു. ആ ഒരു ലൈനെ കൊണ്ട് കവി എന്താ അവിടെ മീൻ ചെയ്യുന്നത്? ഒരു ഓരോരോ സീസൺ അല്ലേ, നമുക്ക് മഴക്കാലം കഴിഞ്ഞിട്ടാണ് എന്താണ്, വേനൽക്കാലം കഴിഞ്ഞാലല്ലേ മഴക്കാലം വരിക. അങ്ങനെ ഓരോരോ സീസണില് വേനൽക്കാലത്തിന് മുന്നേ എന്താണ് ആ ഒരു ശൈത്യകാലം, ശരത്കാലം, അങ്ങനെയുള്ള ആ ഒരു സീസൺ, ഓരോന്നിനും ഓരോ ടൈം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കാത്തു നിൽക്കാതെ ബഹാർ ആ ഗയി, ബഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലം, വസന്തകാലം വന്നു. ആ ഒരു കാര്യം കൊണ്ട് കവി എന്താ മീൻ ചെയ്യുന്നത്? എന്തായിരിക്കും? बिना मौसमी परिवर्तन से कृत्रिम रूप से वसंत ऋतु बनाई गई है. ഈ ഋതുക്കളുടെ ആ ഒരു ചേഞ്ച് ഒന്നുമില്ലാതെ കൃത്രിമ രൂപത്തിൽ എന്താണ് വസന്ത ഋതു ബനായി ഗൈ ഹേ, കൃത്രിമമായിട്ടുള്ള രൂപത്തിൽ വസന്ത ഋതുവിനെ സൃഷ്ടിച്ചു. അപ്പൊ എങ്ങനെയാ കൃത്രിമ രൂപത്തിൽ സൃഷ്ടിച്ചത്? അങ്ങനെ സൃഷ്ടിച്ചത് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് എന്താണ് ഒരു വസന്ത സീസൺ വന്നതുപോലെ ആക്കി. അതാണ് ഈ ഒരു ലൈനെ കൊണ്ട് കവി അർത്ഥമാക്കുന്നത്. घर पहुंचते ही उनने उघाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. അങ്ങനെയാണ് घर पहुंचते ही उनने उघाड़ फेंका. അപ്പോൾ വീട്ടിലെത്തിയപ്പം നമ്മുടെ കവിക്ക് ബാസാറിലുള്ള പൂക്കളൊക്കെ കുറച്ചു നേരം അങ്ങനെ കണ്ടു നിന്നല്ലോ. അപ്പൊ അത് നോക്കി അതിന്റെ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളെന്താണ് വീട്ടിലുള്ള വാടിപ്പോകുന്നതും മുടങ്ങി വീഴുന്നതുമായിട്ടുള്ള പൂക്കളെ പറ്റിയിട്ട് മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം ഉന്നേം ഗർ പഹുഞ്ചത്തെ ഹി ഉന്നേം ഉഘാട് ഫേങ്ക, വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എന്താണ് അതിനെ എടുത്ത് പിഴുതെറിയുകയാണ്. നമ്മുടെ മുറ്റത്തുള്ള പൂക്കളെ, ആ ചെടികളെ കവി എന്ത് ചെയ്തു? അദ്ദേഹം എന്താ ചെയ്യുന്നത്? പിഴുത് എറിഞ്ഞു, ഇതിനെ ഒഴിവാക്കി. और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. അപ്പം കടയിൽ നിന്നും, ബാസാറിൽ നിന്നും, മാർക്കറ്റിൽ നിന്നും വാങ്ങിയ ആ പൂക്കളെ കൊണ്ടെന്താണ് ഗർക്കെ പൂരെ അന്തരാൽ മേം, വീടിന്റെ മുഴുവനായിട്ട് ഉൾഭാഗവും എല്ലാം എന്താണ് വീടിന്റെ മുഴുവൻ ഭാഗത്തും എന്താണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. വീട്ടിലുള്ള ഒറിജിനൽ ചെടിയെയൊക്കെ പിഴുതെറിഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടെന്താണ് വീടിനെ മൊത്തം അലങ്കരിക്കുക ചെയ്യുന്നത്. ദിൻ ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞു. മഹീനെ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മൗസം ബീത്തെ, കാലങ്ങൾ, അതായത് ആ ഒരു കാലങ്ങളുണ്ടല്ലോ, ഋതുക്കൾ കഴിഞ്ഞു. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മിം ഡൂബാ രഹാ, മുഴുവൻ വീടും എന്താ സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മിം ഡൂബാ രഹാ, മുഴുവൻ വീടും ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ ആ ഒരു കളർ കൊണ്ട് അങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. മൊത്തത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. പക്ഷെ എന്ത് തന്നെ എത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞോട്ടെ ചെടികൾക്കും പൂക്കൾക്കും എന്താ യാതൊരു മാറ്റവുമില്ല. അവ അതേ ഒരു കളറ് പോലും പോകാതെ ആ ഒരു ലെവലിൽ അങ്ങനെ നിൽക്കുകയാണെന്ന്. ഒറിജിനൽ പൂക്കൾ എന്താണ് ചെയ്തത്? പിഴുതെറിഞ്ഞു അല്ലേ? ഉഗാട് ഫേങ്ക, പിഴുതെറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് പൂക്കൾ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും അതുപോലെ ഫ്രഷ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. एक ही भाव से हमेशा धकते रहते हैं ये फूल, कवि ने ऐसा क्यों कहा होगा? അപ്പൊ നമ്മുടെയൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഏക് ഹി ഭാവ് സെ, ഒരു ഭാവത്തോട് കൂടിയിട്ട് ഹമേശ ദഹക്തേ രഹത്തെ ഹേ യേ ഫൂൽ, ഒരേ ഭാവത്തോടു കൂടി എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന പൂവ്. അതുകൊണ്ട് എന്താണ് കവി ഇവിടെ മീൻ ചെയ്യുന്നത്?
ഈ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച പൂക്കൾക്ക് എന്താണ് എന്തെങ്കിലും വാട്ടമൊക്കെ സംഭവിക്കുന്നുണ്ടോ നമ്മളുടെ ഒറിജിനൽ പൂവിനെ പോലെ? ഇല്ല. അത് എപ്പോഴും എന്താണ്, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. പ്രകൃതിയിലുള്ള നമ്മളുടെ ഒറിജിനൽ പൂക്കളെ പോലെയുള്ള യാതൊരു മാറ്റവും പ്ലാസ്റ്റിക് പൂക്കൾക്ക് വരുന്നില്ല അല്ലെ. അപ്പൊ അത് എപ്പോഴും ഒരേ ലുക്കിൽ തന്നെ അങ്ങനെ കാണും. प्लास्टिक से बनी सामग्रियां प्राकृतिक सामग्रियों की तरह आसानी से विघटित नहीं होती है. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ എന്താണ് നമ്മുടെ പ്രകൃതി നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെ പോലെ, നമ്മുടെ ഒറിജിനൽ പൂക്കളെ പോലെ എന്താണ് അതിന് മാറ്റങ്ങളോ വിഘടനമോ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതെന്താണ് ഹമേശ ഏക് ഹി ഭാവ്സി ദഹക്തി രഹത്തി ഹിം, എപ്പോഴും ഒരേ ഭാവത്തോടു കൂടി അങ്ങനെ ഫ്രഷ് ആയിട്ട് അങ്ങനെ ജ്വലിച്ചു കൊണ്ട് തന്നെ നിൽക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മക്കളെ? ആണോ? നമുക്ക് കവിത കണ്ടിന്യൂ ചെയ്യാം. ഹവാ ഓം നെ കഹാ ഹമേ ഗന്ധ് ചാഹിയേ. അപ്പം നമ്മുടെ ഈ കവി എന്താ പറയുന്നത്, എങ്ങനെയാണ് ഒറിജിനൽ പൂക്കളെയൊക്കെ പിഴുതെറിഞ്ഞിട്ട് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടാണ് വീട് അലങ്കരിച്ചിരിക്കുന്നത്. അവ എപ്പോഴും എങ്ങനെയാണ് ഒരേ ഭാവത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഹവാ ഓം നെ കഹാ, കാറ്റു പറഞ്ഞു. ഹമേം ഗന്ധ് ചാഹിയേ, കാറ്റെന്താ പറഞ്ഞത്, എനിക്ക് സ്മെല്ല്, ആ ഒരു ഗന്ധം വേണം. മേം ചുപ്രഹ, ഞാൻ മിണ്ടാതെ നിന്നു. മിണ്ടാൻ എന്തെങ്കിലും ഉണ്ടോ? പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഗന്ധം ഉണ്ടാകോ, മണം ഉണ്ടാകോ? ഇല്ല. മേം ചുപ്രഹ, മിണ്ടാതെ നിന്നു. മധുമക്കിയോനെ കഹ ഹമേം രസ് ചാഹിയേ. മധുമക്കി, തേനീച്ച പറഞ്ഞു. ഹമേം രസ് ചാഹിയേ, ഞങ്ങൾക്ക് എന്താണ് തേൻ വേണം. അവരെന്താണ് രസ് ചാഹിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചക്ക് കുടിക്കാൻ വേണ്ടി തേൻ വേണം. മേം ചുപ്രഹ, ഞാൻ മിണ്ടാതെ നിന്നു. എന്തെങ്കിലും മിണ്ടാനുണ്ടോ? പ്ലാസ്റ്റിക് പൂക്കൾക്ക് തേൻ ഉണ്ടാകോ? ഇല്ല. തിത്തലിയോംനെ കഹാ, പൂമ്പാറ്റ പറഞ്ഞു. ഹമേ കോമൽ സ്പർശു ചാഹിയേ, ഞങ്ങൾക്ക് എന്തു വേണം? കോമൽ സ്പർശു വേണം. മേം ചുപ്രഹ, ഞാൻ എന്താണ് മിണ്ടാതെ നിന്നു. മാനെ കഹാ മുझे പൂജാ കേ ലിയേ ഫൂൽ ചാഹിയേ. അമ്മ പറഞ്ഞു മുझे പൂജാ കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് പൂജക്കായിട്ട് എന്ത് വേണം? പൂക്കൾ വേണം. മേം ചുപ്രഹ, മിണ്ടാതെ നിന്നു. പത്നീനെ കഹാ, ഭാര്യ പറഞ്ഞു, വൈഫ് പറഞ്ഞു. മുझे വേണി കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് വേണിക്ക് വേണ്ടിയിട്ട് പൂക്കൾ വേണം. അപ്പൊ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിന് മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോമീൻ ഡൂബാ രഹ, മുഴുവൻ വീടും എന്താണ് ഒരേ ആ ഒരു ഭംഗിയിൽ തന്നെ മുങ്ങി നിൽക്കുന്നു. ഇസ്കാ മത്ലബ് ക്യാ ഹേ? അതിന്റെ ഒരു മീനിങ് എന്താ? അപ്പോൾ ഈ പ്ലാസ്റ്റിക് പൂക്കൾക്ക് എന്താണ് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? ഇല്ല. അവ എപ്പോഴും എങ്ങനെയാണോ മേടിച്ചത് അതുപോലെ തന്നെ നിൽക്കും. ഒറിജിനൽ പൂക്കളെ പോലെ കളർ മങ്ങുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് പൂക്കൾ എപ്പോഴും ഒരേ ഒരു ടൈപ്പ് തന്നെ നിൽക്കും. അതിനെ കൊണ്ടാണ് സാരാഘർ ഏക് രസ് ഇൻ രംഗോമിം ഡൂബാ രഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക് കെ ഫൂലോ മേം അസലി ഫൂലോം കി തരഹ് കൊയി ബദലാവ് നഹീ ഹോത്താ. പ്ലാസ്റ്റിക് പൂക്കൾക്ക് എന്താണ് ഒറിജിനൽ പൂക്കളെ പോലുള്ള യാതൊരു ചേഞ്ചസും വരുന്നില്ല. അതുകൊണ്ടാണ് കവി ഈ ഒരു ലൈൻസിന്റെ പ്രയോഗം നടത്തിയിരിക്കുന്നത്. സാരാഘർ ഏക് രസ് ഇൻ രംഗോമിം ഡൂബാ രഹ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ പ്ലാസ്റ്റിക് പൂക്കൾ കാരണം ഹവ പറഞ്ഞു, കാറ്റ് എന്തു പറഞ്ഞു? ഹമേ ഗന്ധ് ചാഹിയെ, ഞങ്ങൾക്ക് മണം വേണമെന്ന് പറഞ്ഞു. മേം ചുപ് രഹ, ഞാൻ മിണ്ടാതെ നിന്നു. പിന്നെ എന്തു പറഞ്ഞു? മധുമക്കിയോനെ കഹ ഹമേം രസ് ചാഹിയെ, തേനീച്ച പറഞ്ഞു തേൻ വേണമെന്ന് പറഞ്ഞു. മേം ചുപ് രഹ. തിത്തിലിയോനെ കഹ ഹമേം കോമൽ സ്പർശു ചാഹിയേ, പൂമ്പാറ്റ പറഞ്ഞു ഞങ്ങൾക്ക് മൃദുലമായ സ്പർശം വേണം, ആ ഒരു സോഫ്റ്റ് ടച്ച് വേണം. മേം ചുപ് രഹ, ഞാൻ മിണ്ടാതെ നിന്നു. മാനെ കഹ മുझे പൂജ കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് പൂജയ്ക്കായിട്ട് പൂക്കൾ വേണം. മേം ചുപ് രഹ. പത്നീനെ കഹ മുझे വേണി കേ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് വേണിക്ക് വേണ്ടി എന്ത് വേണം? പൂക്കൾ വേണം എന്ന് പറഞ്ഞു. അപ്പം മേം ചുപ് രഹ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താ? हवा मधुमक्खी तितली आदि प्लास्टिक के फूलों से क्यों असंतुष्ट है? ഹവ, കാറ്റ്, മധുമക്കി, പൂമ്പാറ്റ ഇവരൊക്കെ എന്താണ് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് എന്തുകൊണ്ട് അസന്തുഷ്ടരായിരിക്കുന്നത്? അവർ അതിലെന്താ തീരെയും സാറ്റിസ്ഫൈഡ് അല്ലാത്തത്? പ്ലാസ്റ്റിക് പൂക്കളില് എന്താ? യെസ്, പ്ലാസ്റ്റിക് പൂക്കൾക്ക് എന്തില്ല? മണമില്ല, അവർക്കൊരു സോഫ്റ്റ് ടച്ച് ഇല്ല, എന്താണ് അതിൽ തേനില്ല, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവർക്കൊക്കെ അത് ഇഷ്ടാവുമോ? ഇല്ല. प्लास्टिक फूलों से उन्हें गंध शहद कोमल स्पर्श आदि नहीं मिलता है. പ്ലാസ്റ്റിക് പൂക്കളിൽ എന്തില്ല? അവർ നല്ല സ്മെല്ലില്ല, ഷഹദ് തേനില്ല, കോമൽ സ്പർശ് ഒരു സോഫ്റ്റ് ടച്ച്,
आदि नहीं मिलता है, इसीलिए हवा, मधुमक्खी, तितली आदि प्लास्टिक फूलों के रही असंतुष्ट है. അതിലെന്താണ് ഇവര് സാറ്റിസ്ഫൈഡ് അല്ല, അവര് അസന്തുഷ്ടരാണ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു കവിതയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ഇടയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നതാട്ടോ മക്കളെ. നമ്മൾ പിന്നെ ആ ഒരു പറയുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു കവിതയുടെ ഒരു കണ്ടിന്യൂഷൻ പോയിന്റ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, റെഡി ആക്കാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്താണ്, മാന്യ കഹ മുझे പൂജ കെ ലിയെ ഫൂൾ ചാഹിയെ, പത്നി മേം ചുപ് രഹ. അപ്പോൾ കവി മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെ എന്താ, പത്നിനെ കഹ മുझे വേണി കെ ലിയെ ഫൂൾ ചാഹിയെ, എനിക്കെന്താണ് വേണിക്ക് വേണ്ടിയിട്ട് പൂക്കൾ വേണം. മേം ചുപ് രഹ, ഞാൻ മിണ്ടാതെ നിന്നു. ലേക്കിൻ ജബ് ബച്ചേനെ കഹ, എന്നാൽ കുട്ടി പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ബാപ്പു മുझे ഫൂൾ ചാഹിയെ, ബാപ്പു എനിക്കെന്ത് വേണം, മുझे ഫൂൾ ചാഹിയെ, എനിക്ക് പൂക്കൾ വേണം. ഫൂലോം കി പഹ്ചാൻ കെ ലിയെ, പൂക്കൾ എന്തിനാണ്, ഫൂലോം കി പഹ്ചാൻ കെ ലിയെ, പൂക്കളെ തിരിച്ചറിയാനായിട്ട് എന്ത് വേണം, പൂക്കൾ വേണം. തോ മേ ചുപ് ന രഹ് സകാ, അപ്പോൾ എനിക്കെന്താ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. മേം ചുപ് ന രഹ് സക, എനിക്ക് മിണ്ടാതെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാഹാക്കർ കർ ഉഠാ, ഹൃദയം എന്താണ് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്, വീട്ടിലുള്ള എല്ലാ ഒറിജിനൽ ചെടികളും പിഴുതെറിഞ്ഞില്ലേ, പിന്നെ എന്താ ഉള്ളത്, പ്ലാസ്റ്റിക് പൂക്കളാണുള്ളത്. പക്ഷെ കുട്ടിക്ക് എന്ത് വേണം, ഫൂൾ ചാഹിയെ. बच्चों को क्यों फूल चाहिए, फूलों को पहचान के लिए बच्चा ഫൂൾ ചാഹത്തെ ഹേ, കുട്ടിക്ക് പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പൂക്കൾ വേണമെന്ന് പറയുന്നത്. ഹൃദയ ഹാഹാക്കർ കർ ഉഠാ, ഹൃദയം എന്താ നിലവിളിക്കാൻ തുടങ്ങി. ഹായ് മേനെ ക്യാ കർ ദിയാക്കി, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, എല്ലാ പൂക്കളും പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നു. ബച്ച ഫൂലോം കി പഹ്ചാൻ കർനാ ചാഹത്താ ഹേ, കുട്ടി എന്താണ് ഫൂലോം കി പഹ്ചാൻ കർനാ ചാഹത്താ ഹേ, പൂക്കളെ തിരിച്ചറിയാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. യഹാ ബച്ചേ കാ കോൺസാ മനോഭാവ് പ്രകട ഹോത്താ ഹേ, ഇവിടെ കുട്ടിയുടെ എങ്ങനെയുള്ള ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത്. കുട്ടിക്ക് പൂക്കളെ തിരിച്ചറിയണതല്ലേ, എങ്ങനെയാണ് പൂക്കള്, പൂവിന്റെ മണം എന്താണ്, അതിന്റെ കളർ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം, അതിനുള്ള ഒരു കൗതുകം ആർക്കുണ്ട്, ഒരു കുട്ടിക്കുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ, എങ്ങനെയാണ് പൂക്കളെന്ന്. പ്ലാസ്റ്റിക് പൂക്കൾക്ക് മണം ഉണ്ടോ, ഇല്ല. പൂവ് വിടരുന്നത് കാണാൻ പറ്റുമോ, ഇല്ല, അതൊന്നുമില്ല. ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ഒരു ഒറിജിനൽ ചെടിയാണെങ്കിൽ നമുക്ക് എന്താ, പതുക്കെ പതുക്കെ ചെടി വലുതാകുന്ന സമയത്ത് അതിൽ ചെറിയൊരു മുട്ടുണ്ടാകും, മുട്ട് വലുതാകും, വളർന്ന് വളർന്ന് കുറച്ചുകൂടി വലുതാകുമ്പോൾ മുട്ടെന്താണ്, അതിങ്ങനെ പൂ വിരിയും. പൂ വിരിഞ്ഞ് വൈകുന്നേരം വരെ ചില പൂക്കൾ നല്ല ഭംഗിയോടെ നിൽക്കും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ വാടിപ്പോകും, വാടിക്കഴിഞ്ഞത് നിലത്ത് വീഴും. അപ്പൊ അതിനങ്ങനെ ഓരോരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊന്നും എന്താണ്, അതൊന്നും നമ്മുടെ ഈ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്ലാസ്റ്റിക് പൂക്കളായ കാരണം. അപ്പോൾ എന്താണ്, കുട്ടിയുടെ എങ്ങനെയുള്ളൊരു മനോഭാവമാണ് ഇവിടെ കാണുന്നത്. യഹാ പ്രകൃതി और फूलों को जानने की बच्चों की उत्सुकता का उल्लेख किया गया है. ഇവിടെ എന്താണ്, പ്രകൃതിയെ കുറിച്ചിട്ടും പൂക്കളെ പറ്റിയിട്ടും ഒക്കെ അറിയാനുള്ള കുട്ടിയുടെ ഒരു ജിജ്ഞാസ, അറിയാനുള്ള ഒരു ആകാംക്ഷ, ആ ഒരു ഭാവമാണ് ഇവിടെ കവി പ്രകടമാക്കുന്നത്. ഫൂലോं को पहचान के लिए फूल चाहती है, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടി എന്താണ്, പൂ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കവിയുടെ ഹൃദയം എന്താണ്, ഹാഹാക്കർ ഉഠ, നിലവിളിക്കാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും. ബച്ചേ ഫൂലോं की पहचान से वंचित हो गया, കുട്ടി എന്താണ്, പൂക്കളെ തിരിച്ചറിയാൻ കഴിയാതെ അതിൽ എന്താണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഒറിജിനൽ പൂക്കളെ മാറ്റിയിട്ടല്ലേ പ്ലാസ്റ്റിക് പൂക്കൾ വെച്ചത്. അപ്പൊ കുട്ടിക്ക് ഒറിജിനലിന്റെ ആ ഒരു എന്തൊക്കെയാണ് അതിന്റെ ക്വാളിറ്റീസ് എന്നോ അതിന് എന്തൊക്കെയാണുള്ളതെന്നോ അറിയാൻ കഴിയാതെ ബച്ച വഞ്ചിത് ഹോ ഗയ, കുട്ടി പറ്റിക്കപ്പെട്ടിരിക്കുന്നു. മേനെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൾ തോട് ഡാലേ, ഞാൻ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് കെ സാരേ ഫൂൾ തോട് ഡാലേ, ഞാൻ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പൂക്കളും എടുത്ത് പൊട്ടിച്ചെറിഞ്ഞു, തകർത്തെറിഞ്ഞു, എല്ലാം ഒഴിവാക്കിയെന്ന്. അപ്പൊ കുട്ടിയുടെ ആ ഒരു ചോദ്യത്തിൽ എന്താണ്, ആ കുട്ടിയുടെ അച്ഛന് തോന്നുകയാണ്, എൻ്റെ മോൻ എന്താണ്, ഇതെൻ്റെ മകന് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആ ഒറിജിനൽ പൂവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എന്താണ്, ആ ഒരു
കാര്യം എത്തിച്ചു കൊടുക്കണം. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രകൃതിയെ കുറിച്ച് അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതിനുള്ള ആ ഒരു സാഹചര്യം ഇല്ല. എന്താണ് അവിടെ? പകരം അവിടെ പ്ലാസ്റ്റിക് പൂക്കളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നത്? മേനെയും പ്ലാസ്റ്റിക് ഒക്കെ സാരെ ഫുൾ ദോട് ഡാലെ, പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പൂക്കളും എടുത്ത് വലിച്ചെറിഞ്ഞു, തകർത്തു. और फावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा. ഫാവ്ഡ എന്ന് പറഞ്ഞാൽ ചട്ടകൊക്കെ ഉണ്ടല്ലോ. ഫാവ്ഡ ലേക്കർ, ആ ചട്ടകം എടുത്തിട്ട് നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, മണ്ണ് കിളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫാവ്ഡ ലേക്കർ അപ്പനെ ആംഗൻ കി മിട്ടി സെ ജൂझने लगा. മുറ്റത്ത് എന്താണ്? തൻ്റെ മുറ്റത്ത് മണ്ണുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതായത് എന്താണ്? ചട്ടകം എടുത്തിട്ട് ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ യഥാർത്ഥ ചെടികൾ, ഒറിജിനൽ ചെടികൾ നടാൻ വേണ്ടിയിട്ട് മണ്ണ് കിളയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. മിട്ടി മുസ്കുരായി, എന്താണ്? മണ്ണ് പുഞ്ചിരിച്ചു. എന്താണ്? ഇയാള് മുറ്റത്തുള്ള ചെടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ ആളല്ലേ. അപ്പൊ വീണ്ടും മണ്ണിലേക്ക് ചെടികളൊക്കെ നടാൻ വേണ്ടി വന്ന സമയത്ത് മിട്ടി മുസ്കുരായി, മണ്ണ് പുഞ്ചിരിച്ചു. ഹവാ ഗിൽഗിലായി, കാറ്റ് ചിരിച്ചു. ജൽ കൾ കൾ ജൽ കൾ 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 ഗാനേ ലഗേ, ജലം എന്താണ്? കളകള ഗാനം പാടിയെന്ന്. അപ്പം ആ ആൾക്ക് വന്ന ആ ഒരു മാറ്റം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ബാസാറിൽ എന്തായിരുന്നുണ്ടത്? പ്ലാസ്റ്റിക് ബന്നെ ഫൂല്, ആ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ പൂക്കൾ കണ്ടു കഴിഞ്ഞപ്പം ആള് എന്താണ്? അതെപ്പോഴും ഒരുപോലെ നിൽക്കുന്നുണ്ട്. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്തേ രഹത്തെ ഹേ, ഒരേ ഭാവത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? വീട്ടിലുള്ള പൂക്കളെയൊക്കെ ഒഴിവാക്കാം. വാടിപ്പോകുന്ന മുർജായെ ഫൂലിനെ ഒന്നും വേണ്ട, മുർജായെ ഫൂൽക്ക് ആവശ്യകത നഹി ഹേ. ഇസിലിയെ കവി എന്ത് ചെയ്തു? ആ പ്ലാസ്റ്റിക്കിൽ നിന്നും പൂക്കൾ കൊണ്ടുവന്നിട്ട് പൂരെ ഘർക്കി അന്തരാൽക്കോ സജാത്തി ഹേ, വീടിന്റെ വീട് മുഴുവൻ അലങ്കരിക്കുകയാണ്. അപ്പോൾ വീടിന്റെ അകം മുഴുവൻ അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? കാറ്റ് പറയാണ്, ഹവാ कहती है हमें गंध चाहिए, मधुमक्खी कहती है हमें ब्रश चाहिए, तितली कहती है हमें कोमल स्पर्श चाहिए, माम कहती है मुझे पूजा के लिए फूल चाहिए, പത്നി कहती है मुझे വേണി के लिए फूल चाहिए. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും നമ്മുടെ കവി എന്ത് ചെയ്തു? ഇയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുക ചെയ്തത്. ഗന്ധം വേണമെന്ന് കാറ്റ് പറഞ്ഞു, തേൻ വേണമെന്ന് തേനീച്ച പറഞ്ഞു, സോഫ്റ്റ് ടച്ച് വേണമെന്ന് തിത്തലി പൂമ്പാറ്റ പറഞ്ഞു, പൂജയ്ക്ക് പൂ വേണമെന്ന് അമ്മ പറഞ്ഞു, വേണിക്ക് പൂ വേണമെന്ന് ഭാര്യ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴും നമ്മുടെ ആളെന്താണ്? കവി മിണ്ടാതെ നിൽക്കുക ചെയ്യുന്നത്. പിന്നെയോ ബച്ച, കുട്ടി എന്തു പറഞ്ഞു? ബാപ്പു മുझे ഫൂൽ ചാഹിയെ ഫൂലോं को पहचान के लिए. അച്ഛ, എനിക്ക് പൂവ് വേണം. എന്തിനാ പൂവ്? ഫൂലോं को पहचान के लिए, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കേട്ട സമയത്ത് മാത്രം നമ്മുടെ കവിക്ക് എന്താണ്? ഇയാൾക്ക് ഒന്നും മിണ്ടാതെ നിൽക്കാൻ കഴിഞ്ഞില്ല. ആളുടെ ഹൃദയം ഹാഹാക്കാറുഢ, ഹൃദയം നിലവിളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ബച്ചയ്ക്ക് അസലി ഫൂലോं की पहचान के लिए वो वंचित है. യഥാർത്ഥ പൂക്കളെ തിരിച്ചറിയുന്ന ആ ഒരു കഴിവ് ഇല്ലാതായിരിക്കുന്നു. യഥാർത്ഥ പൂക്കളെ തിരിച്ചറിയുന്നതിൽ നിന്നും തൻ്റെ മകൻ എന്താണ്? വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് പൂക്കളല്ലേ ഉള്ളത്. അപ്പോൾ ആളെന്ത് ചെയ്തു? ആ പൂക്കളെല്ലാം എന്താണ്? പ്ലാസ്റ്റിക് സെ ബനെ ഫൂലോം കോ തോട് കർക്കെ, അതിനെല്ലാം തകർത്തെറിഞ്ഞിട്ട് ഫാവ്ഡ ലേക്കർ മിട്ടിമേൻ ജൂझने ലഗേ, ആ ചട്ടകം എടുത്തിട്ട് മണ്ണിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് പുതിയ ചെടികളൊക്കെ നടാൻ വേണ്ടി തുടങ്ങി. അത് കണ്ടിട്ട് എന്താ? മിട്ടി മുസ്കരായി, മണ്ണ് പുഞ്ചിരിച്ചു. ഹവ ഗിൽഗിലായി, കാറ്റ് ചിരിച്ചു. ജൽ കൾക്കൽ സെ ഗാനെ ലഗ, ജലം എന്താണ്? കളകള ഗാനം പാടാൻ തുടങ്ങി. അപ്പൊ എന്താണ്? പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല മണമോ അല്ലെങ്കിൽ അതിന് നല്ല സോഫ്റ്റ് ടച്ചോ അതിന് ഭംഗിയൊക്കെ ഉണ്ടാകുമോ? കാണുമ്പോൾ ഉള്ള ഒരു ഷൈനിങ് ഉണ്ടാകും. എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കും. ആ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സീസൺസ് ഒന്നും വരണമെന്നില്ല. ഏത് സീസണിലും എന്താണ് ക്രിയേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത പൂക്കൾ അതുപോലെ തന്നെ നിൽക്കും. മഴ പെയ്ത് കഴിഞ്ഞാലും വേനൽ വന്നു കഴിഞ്ഞാലും ഒന്നും പൂക്കൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു സൗന്ദര്യം, അതിൻ്റെ മണം, രൂപം, സ്പർശം, ഇതൊന്നും നമുക്ക് എന്താ തിരിച്ചറിയാൻ പറ്റില്ല. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ്, നല്ലൊരു കുഞ്ഞു കവിതയല്ലേ? യെസ്, ഒരു പ്ലാസ്റ്റിക്കും നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ചെടി അത്രത്തോളം നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന വിപത്ത്, അതിനെപ്പറ്റി പറയുന്ന ഒരു കുഞ്ഞു കവിത. ക്ലിയർ ആണല്ലോ മക്കളെ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കള്? പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കൾ എന്താ? വെറും അലങ്കാരത്തിന് മാത്രമായിരിക്കണം.
നമ്മൾ എന്താണ് മണ്ണിലിറങ്ങി നമ്മുടെ ഒറിജിനൽ പൂക്കളുമായിട്ട് എന്താണ് നമ്മൾ നേരം ചെലവഴിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ മനസ്സിലാകുള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നമ്മുടെ फूल कविता की कवि कौन है? डॉक्टर रामदरस मिश्रा. उनके बारे में, रामदरस मिश्रा का जन्म अगस्त 15, 1924. ആഹാ, ഓഗസ്റ്റ് 15 ആണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആർക്കും മറന്നു പോയില്ല, നമ്മുടെ സ്വാതന്ത്ര്യ ദിവസത്തിന് അന്നല്ലേ, സ്വാതന്ത്ര്യ ദിവസം 1924 ആളുടെ ജന്മദിനം. रामदरस मिश्र हिंदी के प्रतिष्ठित साहित्यकार है. രാംദരസ് മിശ്ര എന്താണ് ഹിന്ദിയിലെ ഒരു പ്രതിഷ്ഠിത സാഹിത്യകാരാണ്. വേ സർവത് കവി ഉപന്യാസ്കാർ और കഹാനികാർ ഹേ. ഇദ്ദേഹം എന്താണ് ഒരു കവിയാണ്, ഉപന്യാസ്കാരാണ്, കഹാനികാരാണ്. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് में हुआ. ഇദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് രാംദരസ് മിശ്ര ജനിച്ചിരിക്കുന്നത്. പക് ഗയി ഹേ ധൂപ്, बारिश में भीगते बच्चे, पानी के प्राचीर, जल टूटता हुआ ആദി ഉൻകി പ്രമുഖ രചനായും ഹേ. അപ്പോൾ രാംദരസ് മിശ്രന്റെ ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള രചനകൾ? ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്? പക് ഗയി ഹേ ധൂപ്, ബാരിഷ് മേ ഭീഗ്തേ ബच्चे, പാനി കെ പ്രാചീർ, ജൽ ടൂട്ട്താ ഹുവ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. വ്യാസ സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ആദി സേ വേ സമ്മാനിധി. പിന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളാണ് വ്യാസ സമ്മാനം, സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പൊ എന്താണ് ഈ കവിത? ഫൂൽ എന്ന കവിത എഴുതിയിരിക്കുന്ന രാംദരസ് മിശ്രയാണ്. ഫൂൽ എന്ന കവിത നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. പ്ലാസ്റ്റിക് പൂവിനെ ഒരു ആൾ ആദ്യം പ്ലാസ്റ്റിക് പൂവിന്റെ ഭംഗി കണ്ടിട്ട് അതിനെ സ്നേഹിക്കുകയും പിന്നെ എന്താണ് ഒരു ചെറിയ കുഞ്ഞു കുട്ടി വേണ്ടി വന്നു പ്ലാസ്റ്റിക് എന്ന വിപത്തിന്റെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു അതിന്റെ എന്താണ് ഒറിജിനലിനെ വെല്ലുന്ന പൂവിന്റെ ഒരു കപടത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ, ആ ഒരു ഒറിജിനൽ പൂവിന് എത്രത്തോളം ലൈഫിൽ സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു കുട്ടിയാണ് വേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും എന്താണ് ആ ഒറിജിനൽ പൂവിനെ തന്നെ സ്നേഹിക്കുക ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മണ്ണിലിറങ്ങി പുതിയ ചെടികളൊക്കെ നടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു കവിതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത ക്ലിയർ ആയോ മക്കളെ? ആണോ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കവിതയുടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് എന്താണ് അടുത്ത സെഷനിൽ കാണാം. ഓക്കേ.